Hi, welcome to yet another intraday market analysis video on Nifty and Bank Nifty. ഇവിടെ നമ്മൾ മാർക്കറ്റിനെ പ്രൈസും ഡേറ്റയും യൂസ് ചെയ്ത് മാത്രമായിരിക്കും അനലൈസ് ചെയ്യുന്നത്. നമ്മൾ ന്യൂസോ കമ്പനി റിസൾട്ട്സോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെക്ക് ചെയ്യില്ല. കാരണം ഇറ്റ് വുഡ് ഹാവ് ഓൾറെഡി റിഫ്ലക്റ്റഡ് ഇൻ ദി ചാർട്ട് വിച്ച് ആർ ക്രിയേറ്റഡ് ബൈ സ്മാർട്ട് മണി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ നമ്മൾ അവരുടെ ഫുട് പ്രിന്റ്സ് പ്രൈസും ഡേറ്റയും യൂസ് ചെയ്ത് മാത്രമായിരിക്കും റീഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ആ ഒരു ഹ്യൂജ് സെൽ ഓഫ് കഴിഞ്ഞ ദിവസം മൺഡേയിലത്തെ മാർക്കറ്റ് സെഷനിൽ നടന്നിട്ടുണ്ട്. സോ നമ്മൾ ലാസ്റ്റ് വീക്ക് എൻറ്റയർ വീഡിയോസ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കോൺസ്റ്റന്റ്ലി വാൺ ചെയ്തൊരു കാര്യമുണ്ട്. ലോങ്സ് വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ലെവൽ, അതായത് 19800 മുകളിലോട്ട് മാത്രമേ ലോങ് ട്രേഡ്സ് പ്ലാൻ ചെയ്യുള്ളൂ. നമ്മൾ കൂടുതലും ഒരു സൈഡ് വേസ് ബെയറിഷ്നെസ് ആണ് പ്ലാൻ ചെയ്തിരുന്നത്. ആൻഡ് നമ്മൾ അവസാനം പ്രെഡിക്റ്റ് ചെയ്ത ആ ഒരു ഡേ, കഴിഞ്ഞ ദിവസത്തെ ട്രേഡിംഗ് സെഷൻ, ഒബ്വിയസ്ലി ഇന്ന് മാർക്കറ്റ് ഹോളിഡേ ആയിരുന്നു. സോ അത് നടന്നിരിക്കുകയാണ്. ഇനി മാർക്കറ്റിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നത് നമുക്ക് അനലൈസ് ചെയ്യാം. സോ ഫേസ്റ്റ്ലി ഡെയിലി ക്യാൻഡിലിൽ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു ബെയറിഷ് മരുബോസോ ആണ് ഈ ക്യാൻഡിലിൻ്റെ പേര്. ആൻഡ് ഇറ്റ് ഈസ് നിയർ എ മേജർ സപ്പോർട്ട് ലെവൽ. അതായത് നമുക്കറിയാം 19200 to 220 സോൺ. 200 ഓൾമോസ്റ്റ് ഈ ഒരു ഗ്യാപ്പ് ഫിൽ ഉണ്ട്. അതിൻ്റെ അടുത്താണ് ഡെയിലി ക്യാൻഡിൽ നിൽക്കുന്നത്. ആൻഡ് മാർക്കറ്റ് ഈ ഒരു കൺസോൾട്ടേഷൻ ശേഷം ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ട് ദിസ് ഇസ് ഐഡ്ലി സപ്പോസ് ടു ബി എ സ്ട്രോങ് ബ്രേക്ക് ഡൗൺ. ഇതാണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ പറയുന്നത്. നിഫ്റ്റിയുടെ 15 മിനിറ്റ്സ് ചാർട്ട് നമുക്ക് നോക്കാം. ഇതിനകത്ത് കാണാം, ഇതാണ് ഗ്യാപ്പ് ഫിൽ റീജിയൻ. ഈ ഗ്യാപ്പിൻ്റെ അവിടെ മോസ്റ്റ് ലൈക്ലി ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ അത് കഴിഞ്ഞാൽ പിന്നെ നിഫ്റ്റിയിൽ ഇൻ കേസ് അത് ബ്രേക്കായി താഴെ വരുവാണെങ്കിൽ നമുക്കൊരു സ്റ്റീപ്പ് സെൽ ഓഫ് അറ്റ്ലീസ്റ്റ് ഒരു 19,000 അഗെയിൻ ഒരു റൗണ്ട് നമ്പർ ലെവൽ വരെ എക്സ്പെക്ട് ചെയ്യാം. ബട്ട് ദ പ്രോബ്ലം വിത്ത് നിഫ്റ്റിയിൽ ഷോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നിഫ്റ്റിയിൽ ഇപ്പം നമുക്ക് ഡെയിലി ചാർട്ടിൽ നോക്കിയാലും നിഫ്റ്റിക്ക് മൾട്ടിപ്പിൾ സപ്പോർട്ട്സ് താഴെയുണ്ട്. അതായത് വൺ സപ്പോർട്ട് അറൗണ്ട് ഈ പറഞ്ഞ 19200. ഇൻ കേസ് അത് ബ്രേക്ക് ആയാലും ഈ ഒരു റേഞ്ചിൽ ഒരു റൺഅവേ ഗ്യാപ്പ് ഉണ്ടായിരുന്നു 19,000. അത് കഴിഞ്ഞ് ഈ ഒരു ബ്രേക്ക് ഔട്ട് സോൺ 18,881 റേഞ്ച്. സോ ഇതെല്ലാം ഒരു സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യും. സോ നിഫ്റ്റിയിൽ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഒരു സ്റ്റീപ്പ് സെൽ ഓഫ് അൺലൈക്ലിയാണ്. ഹാർഡ്ലി നമുക്കൊരു 300 പോയിന്റ്സിന്റെ ഡൗൺ സൈഡ് മാത്രമേ നിഫ്റ്റിയിൽ കാണാനുള്ളൂ ഫോർ നൗ. ബട്ട് യെസ്, നിഫ്റ്റി ഇപ്പോൾ സ്ട്രക്ചറലി വീക്ക് ആണ്. സോ അതാണ് നമുക്ക് ഇപ്പം ഇൻട്രാഡേയിൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഇൻ കേസ് മാർക്കറ്റിൽ നാളെ ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ഒന്നും ഇല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ പ്രോബബ്ലി ഈ ഒരു സോണിൽ കൺസോൾഡേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അല്ല, ഇൻ കേസ് ഒരു ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് താഴോട്ട് വന്ന് ഈ ഒരു പ്രൈസ് ആക്ഷൻ കിട്ടുകയാണെങ്കിൽ വി ക്യാൻ ഷോർട്ട് അറ്റ്ലീസ്റ്റ് ഫോർ എ ടാർഗറ്റ് ഓഫ് 19,000. ഇതാണ് നിഫ്റ്റിയിലെ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് കാണുന്നത്. ബട്ട് ഇൻട്രസ്റ്റിംഗ് ചാർട്ട് എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ അല്ല, ബാങ്ക് നിഫ്റ്റിയുടെ ആണ്. സോ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലോട്ട് പോകാം. സോ ബാങ്ക് നിഫ്റ്റി ഡെയിലി ചാർട്ടിൽ എന്താ കാണാൻ സാധിക്കുന്നത്? ബാങ്ക് നിഫ്റ്റി ഈ ഒരു ഡബിൾ ടോപ്പ് ഫോർമേഷൻ കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് ഒരു ഈവനിങ് സ്റ്റാർ ഫോർമേഷൻ കഴിഞ്ഞ് സ്റ്റീപ്പ് സെൽ ഓഫ് വന്നതിന് ശേഷം ഇതൊരു സൈഡ് വേസ് കൺസോൾട്ടേഷൻ ആണ്. സോ നമുക്കിതിനെ വേണമെങ്കിൽ ഒരു ബെയർ ഫ്ലാഗ് ഫോർമേഷൻ എന്ന് പറയാം. ആ ഒരു ബെയറിഷ് ഫ്ലാഗ് ഫോർമേഷൻ കഴിഞ്ഞ് ദിസ് ഇസ് എ ബ്രേക്ക് ഡൗൺ, ദിസ് ഇസ് എ റീടെസ്റ്റ്, ആൻഡ് ദെൻ 2 ദിവസം ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ്ലി ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. സോ വളരെ പ്രോപ്പറായിട്ട് ടെക്നിക്കലി സ്പീക്കിംഗ് ഇതൊരു പ്രോപ്പർ ബെയറിഷ് പാറ്റേൺ ആണ്. ആൻഡ് മാത്രമല്ല ഇപ്പോൾ വീക്ക്ലിയിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു സ്ട്രക്ചർ ചേഞ്ച് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതായത് ഒരു ലോവർ ഹൈ ഫോർമേഷനിലേക്ക് മാർക്കറ്റ് കൺവേർട്ട് ആയിട്ടുണ്ട്. സോ ഇതാണ് വീക്ക്ലിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. വീക്ക്ലി ക്യാൻഡിൽ ഒബ്വിയസ്ലി ക്ലോസ് ആയിട്ടില്ല, ബട്ട് ദെൻ ഡെയിലി ഓൾറെഡി അത് കൺഫേം ചെയ്തിട്ടുണ്ട്. സോ അൺലെസ് ആൻഡ് അൺടിൽ നാളെ ഒരു ഗ്യാപ്പ് വന്ന് മാർക്കറ്റ് ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് ഈ ഒരു ലെവൽ ഓഫ് ക്ലോസിങ് വന്നില്ലെങ്കിൽ മാർക്കറ്റിൽ ഈ ഒരു ലെവലിൻ്റെ താഴോട്ട് പോവുകയാണെങ്കിൽ മാർക്കറ്റിലൊരു ഡീപ്പർ കറക്ഷൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഒബ്വിയസ്ലി ഒരു 42,800 സോണിലൊരു മൈനർ സപ്പോർട്ടാണ്. കാരണം ഇത് മൈനർ സപ്പോർട്ട് എന്ന് പറയാൻ കാരണം ഇത്രയും ലെവൽ ഓഫ് കൺസോൾട്ടേഷൻ കഴിഞ്ഞ് ഇത് ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രോബബ്ലി ഒരു ഡെഡ് ക്യാറ്റ് ബൗൺസ് അടിച്ചിട്ട് തിരിച്ച് 42,000, അതാണ് നമ്മുടെ ആക്ച്വൽ ടാർഗറ്റ്, അതിലേക്ക് ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ഇപ്പോഴത്തെ ലെവലിൽ നമുക്ക് ഏകദേശം ഒരു 1,500 പോയിന്റ്സിൻ്റെ ഡിപ്പെങ്കിലും നമുക്ക് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ദാറ്റ് ഈസ് അറൌണ്ട് 3.5%. സോ ബാങ്ക് നിഫ്റ്റി ലുക്സ് ലൈക്ക് എ മോർ അട്രാക്റ്റീവ് ഷോർട്ട് ഇൻ കേസ് യു ആർ പ്ലാനിങ് ഫോർ ഷോർട്ട് ട്രേഡ്സ്. സോ നാളെ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത് ഇൻ കേസ് ഈ ഒരു റേഞ്ചിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് 15 മിനിറ്റ്സ് ചാർട്ടിലേക്ക് പോകാം. അപ്പം ഈ ഒരു സോൺ എല്ലാം നേരത്തെ സപ്പോർട്ട് സോൺ എല്ലാം ഇനി റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. സോ ആ ഒരു ലോജിക്കിലാണെങ്കിൽ ഇൻ കേസ് ബാങ്ക് നിഫ്റ്റി ഈ ഒരു സോണിൽ വന്നിട്ട് ഇവിടെ റീടെസ്റ്റ് അടിച്ച് ഇവിടെ ഒരു നെഗറ്റീവ് ക്യാൻഡിൽ ഫോം ആവുകയാണെങ്കിൽ
നമുക്ക് ആക്ച്വലി ഒരു 44,000 മുകളിൽ ഒരു സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തുകൊണ്ട് ഒരു ഷോർട്ട് ട്രേഡ് പ്ലാൻ ചെയ്യാം. ആൻഡ് ദെൻ യു ഹാവ് ടു കീപ് യുവർ ടാർഗറ്റ് ബിഗ് ദിസ് ടൈം. കാരണം ഒരു ലാർജർ ടൈം ഫ്രെയിമിൽ നമ്മൾ ട്രെൻഡ് ചേഞ്ച് ആയെന്ന് കാണുമ്പോൾ നമുക്കൊരു ലാർജർ ടാർഗറ്റ്സും എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നാളത്തേക്കുള്ള അനാലിസിസ്. ട്രേഡ് സേഫ്, ഡു വെൽ, താങ്ക് യു.